വരുന്ന സന്ദർഭത്തിൽ എന്നോട് ചോദിക്കും, ഞാനൊരാളെപ്പോലും ഉപദ്രവിച്ചിട്ടില്ല, മനസ്സറിഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഞാൻ ഒരാളെപ്പോലും ഉപദ്രവിച്ചിട്ടില്ല, പിന്നെ എന്താ എനിക്ക് എങ്ങനെ വന്നത്, ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്? ഇത് വളരെ കോമൺ ആയിട്ട് ഈ ഇതിന്റെ സമയത്ത്, കൊറോണന്റെ സമയത്ത് ഒരാൾ ഗൾഫിൽ നിന്നൊക്കെ പൂട്ടി പോകുന്നു, ഇവിടെ മീൻ കച്ചവടം നടത്തുക. അങ്ങനെ മീൻ കച്ചവടം നടത്തി അദ്ദേഹം റോഡ് കച്ചവടമൊക്കെ കഴിഞ്ഞ് റോഡിന്റെ വളരെ സൈഡിലാണ് നിൽക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഒരു കാറ് ബാക്കിൽ വന്ന് നിയന്ത്രണം വിട്ടിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൈകാലുകൾ തളർന്നു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, അയാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അയാൾ എന്തു ഹതഭാഗ്യവാനാണ്. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ കച്ചവടം കഴിഞ്ഞ് വളരെ സുരക്ഷിതമായി റോഡിന്റെ വളരെ അരുവിലാണ് നിൽക്കുന്നത്. അങ്ങോട്ടൊരു വണ്ടി കയറി ചെന്നിട്ട് അയാളെ ഇടിച്ച് അയാളെ കാലുകൾ തളർന്നു പോയി. ബന്ധം എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാനിപ്പോ എന്ത് തെറ്റാ ചെയ്തത്? അല്ലെ, വയനാട്ടിൽ കുറെ ആൾക്കാർ കടന്നുറങ്ങി, നേരം വെളുത്തപ്പോ പലരെയും കാണാനില്ല. ഇപ്പോഴും ആരാന്നറിയാത്ത ആളുകൾ, എന്താ അവര് ചെയ്ത് തെറ്റ്? സഹോദരങ്ങളെ, നമ്മള് ജീവിതത്തെ പറ്റി കൃത്യമായിട്ട് ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അല്ലാഹുവും റസൂലും പഠിപ്പിച്ച പോലെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, വളരെ നിസ്സാരമായ രണ്ട് കോശങ്ങൾ കൂടിച്ചേർന്ന് അല്ലെ നമ്മൾ ഒന്നുമല്ലാതിരുന്ന മനുഷ്യ പ്രസ്താവ്യമല്ലാത്ത ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ്. എനിക്ക് 45 വയസ്സായി. 45 വയസ്സായി മുമ്പ്, 45 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വാപ്പിയമ്മി കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ഞാൻ എന്നൊരു ഡിസ്കഷനില്ല അല്ലെ, എന്റെ ഉമ്മ എന്നെ ഗർഭം ധരിച്ചത് മുതലാണ് ഞാനെന്ന ചർച്ച വരുന്നത്. അതിനു മുമ്പ് ഞാൻ എവിടെയായിരുന്നു? പ്രസ്താവ്യമല്ലാത്ത, പറയപ്പെടാനാവാത്ത ഒരു കാലഘട്ടം മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ്. നമ്മൾ ജനിക്കുന്നതിന് വലിയൊരു കാലഘട്ടം ഈ ലോകം നിലനിന്നിട്ടുണ്ട്. വലിയ ചരിത്രങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ സാക്ഷിയല്ല. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് മരിച്ചു പോകും. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്? നമ്മുടെ നിയന്ത്രണത്തിലോ അധികാരത്തിലോ അല്ല. അല്ലെ, ഞാൻ ജനിച്ചത് ഇന്ന സ്ഥലത്ത് ഇന്നാളുടെ മകനായി ഞാൻ ജനിച്ചത് എന്റെ അറിവോ സമ്മതത്തോടോ അല്ല. ഞാൻ ഇവിടുന്ന് തിരിച്ചു വിളിക്കപ്പെടുന്നതും എന്റെ അറിവോ സമ്മതത്തോടെയോ അല്ല. അപ്പൊ ഈ ജീവിതം എന്താണ്? ഈ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ ഒരു ചെറിയ കാലഘട്ടം, വളരെ കുറഞ്ഞ അധികാരങ്ങൾ മാത്രമുള്ള അല്ലെ വളരെ നിസ്സഹായനായ മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്തിനാണ് ജീവിതം സഹോദരങ്ങളെ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വലബലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. കൃത്യമായിട്ട് അല്ലാഹു പഠിപ്പിക്കണം. എന്താണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്? എല്ലാ നഫ്സും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. പിന്നെ വലബലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നാം നന്മ നൽകിക്കൊണ്ടും തിന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരിശോധിക്കും, നിങ്ങളെ നാം ടെസ്റ്റ് ചെയ്യും, നിങ്ങളെ നാം പരീക്ഷണത്തിന് വിധേയരാക്കും. വഇലൈനാ തുർജഊൻ, നമ്മളിലേക്കാണ്, എന്നിലേക്കാണ്, നാം എന്റെ അടുത്തേക്കാണ്, നമ്മുടെ അടുത്തേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അത് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. ആലോചിക്ക്, ആരാണ് പ്രയാസങ്ങളിൽ സന്തോഷവാന്മാരാകുന്ന? ഒരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തിൽ സന്തോഷിക്കുന്നത് ആരാണ്? സന്തോഷ വാർത്ത അറിയിക്കാർക്ക്, ക്ഷമിക്കുന്ന ആളുകൾക്ക്. ഒരു ദുരന്തം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ എങ്ങനെ സഹോദരങ്ങളെ സന്തോഷിക്കാം? അല്ലെ, ഒരു വയറിന് ക്യാൻസർ ആയ ഒരാളായിട്ട് സംസാരിക്കണം. അപ്പൊ അയാള് വളരെ സന്തോഷവാനാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു തലത്തിലേ അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അയാൾ വയറ്റിന്ന് പോകാനിട്ട് അയാൾ ട്യൂബ് ഇട്ട് കണ്ടാണ് മലം പോണത്. ആ അസുഖത്തിന് ചികിത്സ അല്ല, ഇനി കുറച്ചു കാലം കൂടി ജീവിക്കുള്ളൂ. മലം പോകാത്തത് കൊണ്ടാണ് ട്യൂബ് ഇട്ടിരുന്നത്. അവസാനം ഭക്ഷണം കഴിക്കാൻ പറ്റാതായപ്പോഴും ഭക്ഷണം ട്യൂബിലൂടെ തുളച്ചിട്ടാണ്, ഗ്യാസ്ട്രോസ്റ്റമി ഇവിടെ ട്യൂബ് ഇട്ടിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. 2 ട്യൂബിലൂടെ. വളരെ കുറഞ്ഞ ആയുസ്സേ ജീവിക്കുള്ളൂ. വളരെ അങ്ങേയറ്റത്തെ വേദന ഉണ്ട്. പക്ഷെ അയാൾ പറയാണ്, എനിക്ക് വല്ലാത്ത സമാധാനമുണ്ട്. കാരണം ഈ തരത്തില് വയറിന് ക്യാൻസർ വന്ന ആളുകൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ സമാധാനത്തിലാണ് ഞാനിത്. അതൊരു സമാധാനമാണ്. അത് മനുഷ്യന് എങ്ങനെ സമാധാനിക്കാൻ കഴിയുന്നു? ഈ മരണത്തിന് ശേഷം, ഈ ജീവിതം ഇവിടെ അവസാനിക്കുമ്പോൾ, ഇനി കുറഞ്ഞ കാലമുള്ളൂ, ഇത് അവസാനിക്കുമ്പോൾ വലിയ മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുന്നു. അവിടെ എനിക്ക് എന്റെ റബ്ബ് പ്രതിഫലം തരും, ഷഹീദിന്റെ കൂലി തരും എന്നയാൾ വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് അയാളെ മനസ്സിനെ പാകപ്പെടുത്തി അയാൾ സന്തോഷവാനായി നിൽക്കുകയാണ്.
അത് കൃത്യമായിട്ട് ജീവിതം എന്തിനാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നബി എന്നാണ്. വഇദാ അസ്വാബതുകും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരൊരു മുസീബത്ത് ബാധിക്കുമ്പോൾ അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് വരുന്നവരാണ്, അല്ലാഹുവിലേക്ക് പോകേണ്ടവരാണ്. ആലോചിച്ചു, അങ്ങനെ വിചാരിക്കാൻ കഴിയുന്നവനെ ഈ ജീവിതം ഒരു പരീക്ഷണമാണ്. ഞാൻ അള്ളാഹിന്റെ വന്നാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് തിരിഞ്ഞടിച്ചിട്ട് ഇവിടുന്ന് പോകേണ്ടി വരും എന്ന് കൃത്യമായ ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷണത്തിൽ അയാൾക്ക് ക്ഷമിക്കാൻ കഴിയും. ആ ബോധമാണ് അയാളെ ക്ഷമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അദ്ദേഹത്തെ ഇങ്ങനെ മണലിലൂടെ ഇങ്ങനെ വലിച്ചിഴക്കാണ്. അദ്ദേഹത്തെ മണലും ഇരുമ്പൊക്കെ പൊള്ളിച്ചുകൊണ്ട് അതിന്റെ മേലെ ഇങ്ങനെ മലത്തി കടത്തിയേക്കാണ്. അതിന്റെ പുറമാസകലം പുറത്താകെ മാറി പൊള്ളിക്കിടക്കാണ്. അങ്ങേയറ്റത്തെ വേദന സഹിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് അദ്ദേഹം വരികയാണ്. മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ മനുഷ്യനെ അങ്ങേയറ്റം പീഡിപ്പിച്ചു. എന്നിട്ട് ആ വേദന കൊണ്ട് പുളഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ സത്യത്തിലല്ലേ? താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയല്ലേ എന്നാണ്. താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ? നമ്മൾ സത്യത്തിലല്ലേ നബിയെ? പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് സൂറത്ത് അങ്കബൂത്തിൽ ആയത്താണ്. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോന്നാണ്. വെറും മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കയറിപ്പോകാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ആരാണ് സഹോദരങ്ങളെ, ആരാണ് ചോദിക്കുന്നത്? അല്ലാഹു തൃപ്തിപ്പെട്ടു അവരെ പറ്റി, അവർ അല്ലാഹുവിനെ പറ്റി തൃപ്തിപ്പെട്ടു. എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് കാറ്റഗറിയുള്ള ആളുകളെ പറ്റിയാണ്. അവരാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത്, എന്തേ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ സത്യത്തിലല്ലേ? താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ? എന്താണ് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവരാണ് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, അത്രയൊന്നും ദർജയിലില്ലാത്ത നമ്മൾ ഒരു പ്രയാസം വരുമ്പോ, ഒരു പരീക്ഷണം വരുമ്പോ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് തന്നെയാണ് ജീവിതം, ഇത് തന്നെയാണ് പരീക്ഷണം. ഇതിനു വേണ്ടിയാണ് അല്ലാഹു മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് ആ ലക്ഷ്യം മനസ്സിലാക്കാതിരുന്നാൽ സഹോദരങ്ങളെ, ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ നിങ്ങളുടെ പടച്ചോൻ എവിടെ പോയി, കാരുണ്യവാനായ ദൈവം എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ വിശ്വാസത്തിന് ചാഞ്ചല്യം വരും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കൃത്യമായിട്ട് ഈ ജീവിതത്തെ കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായവര് അത് പ്രവാചകന്മാരാണ്, അമ്പിയാക്കന്മാരാണ്. ആലോചിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയേറെ പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തി ഒരുപക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആയിരിക്കും. ആ ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്യാണ്. 2 പ്രാവശ്യം, നമുക്ക് ചരിത്രം വെച്ച് 2 പ്രാവശ്യം മിനിമം ഇബ്രാഹിം നബി യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു ദീർഘമായ കാലഘട്ടം. പിന്നെ നാട്ടുകാരും കുടുംബക്കാരെല്ലാം എല്ലാവരും വെറുത്ത് ഒറ്റപ്പെട്ട ഒരു ജീവിതം. എന്നിട്ടും ആ ഇബ്രാഹിം നബിയുടെ പേരെന്താണ്? ഖലീലുല്ലാഹ് എന്നാണ്, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ്. ആ ഒറ്റപ്പെടൽ ഒരു പ്രയാസമായിട്ടില്ല. അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. അല്ലാഹു കൂട്ടുകാരനായി തെരഞ്ഞെടുത്തു. അത് വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന് കൃത്യമായ ഒരു ഹിക്മത്തുണ്ട് ഈ ജീവിതത്തിന്. മനുഷ്യന് ജീവിതം നൽകി, മരണവും ജീവിതവും നൽകിയതിന്റെ പൂർണ്ണ അധികാരം അല്ലാഹുവിനാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമെല്ലാം അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അവനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, കാര്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല, അവരോട് തന്നെയാണ് അക്രമം ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അല്ലാഹു പഠിപ്പിക്കണം. അപ്പൊ എന്തുകൊണ്ട് സംഭവിച്ചു? നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ. നോക്കി, എത്രയോ സമൂഹങ്ങളെ നശിപ്പിച്ച ചരിത്രം വിശുദ്ധ ഖുർആനിൽ കാണാം. ആദ് സമുദായത്തെ നശിപ്പിച്ചു അല്ലെ? ദീർഘമായ 7 രാത്രിയും 8 പകലും വീശിയ ആ കാറ്റ് കാരണം അവർ ഈത്തപ്പന തടി വീണ് കിടക്കുന്നത് പോലെ അവർ കമിഴ്ന്ന് വീണ് കിടക്കുകയായിരുന്നു. ആ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചു. സമൂദ് ഗോത്രത്തെ ഭൂമി പ്രകമ്പനം കൊണ്ടു എന്നാണ്.
അവരവരുടെ വീടുകളിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു, വീണ് കിടക്കുകയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ലൂത്ത് നബിയുടെ സമൂഹം അല്ലെ, അവരെ കീഴ്മേൽ അല്ലാഹു മറിച്ചിട്ടു. സഹോദരങ്ങളെ, ഇതേ സഹാബി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ രാത്രിയിൽ അദ്ദേഹം ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വിരുന്നുകാരനായി പോയിനാണ്. അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണയിൽ പതിവില്ലാത്ത രൂപത്തിൽ ദീർഘമായി നേരം പുലരുവോളം താഴ്ച നിസ്കരിച്ചു എന്നാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് 3 കാര്യങ്ങളാണ് അള്ളാഹുവിനോട് ചോദിച്ചത്. അതിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, 2 കാര്യങ്ങൾക്കാണ് എനിക്ക് ഉത്തരം ലഭിച്ചത്, 3ാമത്തെ കാര്യം എനിക്ക് നിഷേധിക്കപ്പെട്ടു എന്നാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? എന്റെ സമുദായത്തെ ഒന്നടങ്കം എന്ത് ചെയ്യരുത്, നീ ഒരു ഇതേപോലത്തെ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് നീ നശിപ്പിക്കരുത്. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെ നശിപ്പിച്ച പോലെ എന്റെ സമുദായത്തെ ഒന്നടങ്കം നീ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞത് അനുവദിച്ചു കൊടുത്തു എന്നാണ്. രണ്ടാമത് എന്ത് ചെയ്തു? ഒരു ശത്രു വന്നുകൊണ്ട് എന്ത് ചെയ്ത് അവരെ അവരൊന്നാകെ കീഴടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. അതിനും അള്ളാഹു സമ്മതിച്ചു എന്നാണ്. 3ാമത് പറഞ്ഞ എന്താ അറിയോ? അവര് എന്റെ സമുദായം വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട്, വ്യത്യസ്ത വിഭാഗങ്ങളായി തമ്മിൽ പോരടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചപ്പോ അതിന് ഉത്തരം കൊടുത്തില്ല എന്നാണ്. അത് നിഷേധിക്കപ്പെട്ടു എന്നാണ്. ബാക്കി 2 പ്രാർത്ഥനയും സ്വീകരിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇവിടെ സംഭവിക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കി, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, ഭൂമിയിൽ കുഴപ്പമുണ്ടായി. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. അല്ലേ, മനുഷ്യൻ പ്രവർത്തിച്ചത് കാരണം ഭൂമിയിൽ എന്തുണ്ടായി? കുഴപ്പമുണ്ടായി എന്നാ പറയാം. അത് ഉരുൾപൊട്ടിയത് അത് നമ്മള് പാറ തുരന്നത് കൊണ്ടാണ് എന്നോ, അല്ലെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ നടത്തിയത് കൊണ്ടാണെന്നോ, കോറി ഉണ്ടാക്കിയത് കൊണ്ടാണെന്നോ, മരം മുറിച്ചത് കൊണ്ടാണോ എന്ന് കേവലം അതിന്റെ അക്ഷരങ്ങൾക്ക് മാത്രം ഉള്ളിൽ നിന്ന് വ്യാഖ്യാനിച്ചാൽ പോലെ കൃത്യമായിട്ട് മുഫസ്സിരീങ്ങൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, മഅസിയത്ത്, ശിർക്ക്, പാപങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന്, മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഏറ്റവും വലിയ പാപം അത് വ്യഭിചാരമല്ല, അത് ശിർക്ക് തന്നെയാണ്. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ഏറ്റവും വലിയ, ഏറ്റവും കൊടിയ പാപമാണ്. ആ പാപം സംഭവിക്കാൻ പാടില്ല. മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ് എന്ന് പറയേണ്ടതിന് പകരം സഹോദരങ്ങളെ, ഏതോ മരിച്ചുപോയ CM വലിയുള്ളയാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ഇവിടെ ആളുകൾ പറയുമ്പോൾ, ആളുകൾ വിശ്വസിക്കുമ്പോൾ, അത് തിരുത്താതെ ഒരു പൗരോഹിത്യം ഇവിടെ നിലകൊള്ളുമ്പോൾ സഹോദരങ്ങളെ, എന്ത് ഗൗരവപരമായ നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഈ വലിയ പാപങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സബ്ഹുൽ മുബിഖാത്ത് 7 വൻ പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ അങ്ങേറ്റം ജാഗ്രത പുലർത്തണം. കബായിറുകളുണ്ട്, വലിയ പാപങ്ങൾ. എന്താണത്? ഖുർആനിലും ഹദീസിലും വ്യക്തമായ ശിക്ഷ പറഞ്ഞ, വ്യക്തമായ താക്കീത് പറഞ്ഞ ഒട്ടനവധി പാപങ്ങളുണ്ട്. 70ഓളം പാപങ്ങൾ ഓരോ പണ്ഡിതന്മാരും, ഇമാം ദഹബി അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇബ്നുൽ ഹൈതമി അദ്ദേഹത്തിനും ഇതേപോലെ തന്നെ വൻ പാപങ്ങളെ കുറിച്ച് കിതാബ് എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ ആയത്തിലും ഹദീസിലും എന്ന പ്രത്യേകിച്ച് താക്കീതുകളുള്ള, പ്രത്യേകിച്ച് ശിക്ഷകൾ പറഞ്ഞിട്ടുള്ള പാപങ്ങളൊക്കെ വൻ പാപങ്ങളായിട്ടാണ് അവർ എണ്ണിയിട്ടുള്ളത്. അത് ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം വലിയ പാപങ്ങളിൽ നിന്ന് അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം, വൻ പാപങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽത്താൽ ചെറിയ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമെന്നാണ്. അതുകൊണ്ട് വലിയ പാപങ്ങൾ ഏതാ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ശിർക്ക് തന്നെയാണ്, പിന്നെ കുഫ്റാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ചെറിയ പാപങ്ങളാണെങ്കിലും ആ പാപങ്ങളിൽ ഒരു നിലപാടുണ്ട്. എന്താണ് നിലപാട്? അത് അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നു എന്നൊരു നിലപാടുണ്ട്. അത് എത്ര ചെറുതാണെങ്കിലും. ഷെയ്ഖ് ഇബ്നു ബാസിനോടാണ് ചോദിക്കുന്നുണ്ട്, എന്ത് ഒരു ചെരുപ്പിട്ട് മാത്രം ഒരു ചെരുപ്പിട്ട് കണ്ട് ചെരുപ്പിൽ മാത്രം ഇടാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായിട്ട് വിലക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ചിലപ്പോ ഈ ചെരുപ്പ് പള്ളിക്കൽ സാധാരണ വെള്ളിയാഴ്ചക്ക് വന്നിട്ട്, അല്ലെങ്കിൽ പെരുന്നാളിനോ തിരക്കുള്ള ദിവസം പള്ളിയിൽ വന്നാല് സാധാരണഗതിയിൽ ഒരു ചെരുപ്പ് കിട്ടാതായാൽ നമ്മൾ ഒരു ചെരുപ്പ് ഇട്ട് കണ്ട് മറ്റേ ചെരുപ്പ് ഇങ്ങനെ തെരഞ്ഞെടുക്കും. അപ്പൊ അത് തെറ്റാണോ എന്നാ ചോദിക്കുന്നത്. ഒരു ചെരുപ്പിടാൻ പാടില്ല എന്നാണ്. അപ്പൊ അത് തെറ്റ് ശരി എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അതിന് കൊടുത്തൊരു മറുപടി ഉണ്ടെന്ന് അറിയോ? അത് ആ ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നില്ല എന്ന് ഒരു വിശ്വാസി ഉറപ്പുവരുത്തണം.
ഞാൻ എന്റെ റബ്ബിനെ ധിക്കരിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണമെന്നാണ്. മഹാനായ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാ അദ്ദേഹം അവസാനം ക്യാൻസർ പിടിപെട്ട് മരിക്കുമ്പോൾ അദ്ദേഹം കീമോതെറാപ്പി നിരസിക്കുന്നുണ്ട്. അല്ലെ, കീമോതെറാപ്പി എടുക്കാതെയാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ കീമോതെറാപ്പി എടുക്കാതൊക്കെയുള്ള കാരണം എന്താണ്? ഡോക്ടർമാർ പറഞ്ഞു എന്ത്, തൽക്കാലം മുടി താടിയൊക്കെ കുറച്ച് പോകും, നഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പം അദ്ദേഹം കൊടുത്ത മറുപടി എന്താ അറിയോ? ആ ഒരു അവസ്ഥയിലെങ്ങാനും ഞാൻ മരണപ്പെട്ടാൽ നാളെ പരലോകത്ത് താടിയില്ലാതെ ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതൊരു നിലപാടാണ് ജീവിതത്തിൽ. ഒരു കുറച്ച് 1, 2, 3, 4, 5 വർഷം ആയുസ് നീട്ടി കിട്ടുന്നതിനേക്കാൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടുണ്ട്. അതെന്താണ്? ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ എന്റെ മുഖത്ത് ഈ താടി ഉണ്ടായിരിക്കണം എന്നൊരു നിലപാടാണ്. ഒരു 5 കൊല്ലം കൂടെ അധികം ജീവിച്ചിട്ട് എന്താ സഹോദരങ്ങളെ? പക്ഷെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ആ താടിയുമായി കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അത് എടുക്കാൻ തയ്യാറായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കീമോതെറാപ്പി എടുക്കേണ്ടതല്ല, ജീവിതത്തിൽ ഒരു നിലപാടുണ്ട്. ഞാൻ എന്റെ മരിച്ചു ചെല്ലുമ്പോൾ ഈ പാപങ്ങളില്ലാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുക എന്നുള്ള, ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കാതിരിക്കുക എന്നുള്ള വളരെ കർക്കശമായ ഒരു തീരുമാനമെടുക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നുള്ളത്. എന്താ സഹോദരങ്ങൾ, ചെറിയ പാപങ്ങൾ ചെയ്താൽ എന്താ പ്രശ്നം? ചെറിയ പാപങ്ങൾ കുറെ ചെയ്യുമ്പോൾ അതിലൊരു നിലപാടുണ്ട്, അല്ലാഹുവിന്റെ കൽപ്പന ലംഘിക്കുന്നു എന്ന്. അപ്പൊ നമ്മള് ആ നിലപാട് നേർത്തു പോകും, ആ നിലപാട് ഡൈല്യൂട്ടഡ് ആയി പോകും. അങ്ങനെ ചെറിയ ചെറിയ പാപങ്ങൾ തോനെ ചെയ്യുമ്പോൾ പാപങ്ങളുടെ ഗൗരവം നഷ്ടപ്പെടും. വലിയ പാപങ്ങൾ അറിയാതെ സംഭവിച്ചു പോകും. വലിയ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. നമ്മൾ എത്ര ആളുകളെ നമ്മളെ മുമ്പിൽ കാണുന്നുണ്ട്, ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തിട്ട് പിന്നെ വലിയ പാപങ്ങൾ ചെയ്യുന്നു, പിന്നെ വലിയ പാപങ്ങളെ ന്യായീകരിക്കുന്നു. അപ്പൊ എന്ത് പറയും? പലിശ എന്നൊക്കെ പറഞ്ഞപ്പോ എന്താ? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുള്ള പലിശ ഒന്നല്ല, ഇപ്പത്തെ ബാങ്കിന്റെ പലിശ എന്ന് പറഞ്ഞാൽ. മറ്റത് കൊള്ളപ്പലിശ ചെയ്യുന്നു, കൂട്ടുപലിശ ചെയ്യുന്നു. ഇതങ്ങനെയൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞാല് ഈ നബി ഇന്നത്തെ കാലത്ത് വരികയാണെങ്കിൽ അതൊന്നും ഹറാമാകൂല എന്ന് പറയും, ഹറാമാക്കൂല എന്ന് പറയും. അങ്ങനെ പലിശയെ ന്യായീകരിക്കാം. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ നിയമങ്ങളാണ്. അവിടെ കുറച്ച് ആളുകളെ നന്നാക്കാൻ വേണ്ടി, ആ കാട്ടറബികളെ നന്നാക്കാൻ വേണ്ടി അന്ന് ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ ഈ നൂറ്റാണ്ടിലേക്ക് എടുത്തിരുന്നത് എന്തിനാണ്? അതൊക്കെ പഴയ നിയമങ്ങളാണ്, അവരെ നന്നാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്, പഴഞ്ചൻ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ശരീഅത്തിനെ പരിഹസിക്കുന്ന കുഫറിന്റെ അവസ്ഥയിലേക്കാണ് പിന്നെ നമ്മൾ അതപ്പതിക്കുക. പിന്നെ ഒരു തുലാഭാരം നടത്തണതാണ് നമ്മൾ കാണുക, അമ്പലത്തിൽ പോണതാണ് നമ്മൾ കാണുക. അത് ശിർക്കിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപങ്ങൾ എത്ര ചെറുതാണെങ്കിലും അതിന്റെ നിലപാട് വലുതാണ്. അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുക, ആ കൽപ്പനയെ കാറ്റിൽ പറത്തുക എന്ന ഗൗരവകരമായ നിലപാടാണ് നമ്മൾ തെറ്റിച്ചു കളയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വൻ പാപങ്ങൾ സംഭവിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ നഷ്ടം എന്നത് സഹോദരങ്ങളെ, ഈ ലോകത്ത് ഒരു ജോലി ഇല്ലാതിരിക്കലല്ല, തന്റെ മക്കൾക്ക് നല്ല ജോലി കിട്ടിയില്ല, സർക്കാർ ജോലി കിട്ടിയില്ല എന്നതല്ല, ഒരു വീട് വെക്കാൻ പറ്റിയില്ല എന്നതല്ല, നല്ലൊരു വണ്ടി വാങ്ങാൻ പറ്റില്ല എന്നതല്ല. അതൊന്നും ഒരു നഷ്ടമായി കാണേണ്ടതില്ല. പിന്നെ എന്താണ് നഷ്ടം സഹോദരങ്ങളെ? ഏറ്റവും വലിയ നഷ്ടം എന്നത്, ഈ ലോകത്തെ ഏറ്റവും വലിയ നഷ്ടം എന്നത് നാളെ പരലോകത്ത് നഷ്ടക്കാരനായി പോവുക എന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ് ഒരാൾക്ക് സംഭവിക്കാനുള്ള ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. ആ ദൗർഭാഗ്യം നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ പരമാവധി സൂക്ഷിക്കുക എന്നതാണ് സഹോദരങ്ങളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും എന്താണ് വഅഹ്ലീഹിം യൗമൽ ഖിയാമ. അത് വല്ലാത്ത നാളെ പരലോകത്ത് വെച്ച് കുടുംബക്കാരും സ്വന്തം നഫ്സുകളും നഷ്ടപ്പെടുത്തിയവരാണോ അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. അതാണ് ഏറ്റവും ഹുവൽ ഖുസ്റാനുൽ മുബീൻ ആണ്. അതാണ് ഏറ്റവും വ്യക്തമായ നഷ്ടം. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും. ആ കർമ്മരേഖ ലഭിക്കുമ്പോൾ ചെയ്ത കർമ്മങ്ങളൊക്കെ അതിൽ കാണാതിരിക്കുന്ന ഏറ്റവും നഷ്ടകരമായ അവസ്ഥ. ഇഖ്ലാസോട് കൂടി ചെയ്യാത്ത കർമ്മങ്ങൾ അവിടെ കാണൂല. ഇത്തിബാവോടുകൂടി നബിചര്യം മുൻപറ്റാത്ത കർമ്മങ്ങൾ നാളെ ഏടുകളിൽ കാണൂല. എത്ര തന്നെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ശിർക്ക് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മങ്ങൾ നാളെ രേഖയിൽ കാണൂല. അതേപോലെ തന്നെ സഹോദരങ്ങളെ, വലിയ വലിയ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് പക്ഷേ തിഹാമ പർവ്വതത്തിന്റെ കണക്കെ കർമ്മങ്ങളുമായി കർമ്മരേഖയുമായി നാളെ പരലോകത്ത് വരുമെന്നാണ്. അള്ളാഹു അതൊക്കെ ധൂളിയാക്കി പറത്തിവിടുമെന്നാണ്. കാരണം എന്താണ്? കാരണം ജനങ്ങൾ കാണുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ജനങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ ഒറ്റക്കാകുമ്പോൾ ഹറാമുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കർമ്മങ്ങളെ അള്ളാഹു കാറ്റിൽ പറത്തിക്കളയുമെന്നാണ്. അപ്പോ അത് വലിയ നഷ്ടമായിരിക്കും. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട വിഷയം, കുറെ കർമ്മങ്ങൾ നിസ്കാരം നോമ്പൊക്കെ അയച്ച് നാളെ പരലോകത്ത് ഹാജരായിട്ട് നമ്മൾ
നമ്മളൊരാളെ ചീത്ത വിളിച്ചു, നമ്മളൊരാളെ കുറ്റം പറഞ്ഞു, വാട്സപ്പിൽ വോയിസ് ഇട്ടു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഒരാളെ പറ്റി മോശമായി പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു, ഉള്ള കാര്യങ്ങൾ തന്നെ മോശമായി പറഞ്ഞു, കണ്ടതും കേട്ടും പറഞ്ഞു പരത്തി നടന്നാൽ സഹോദരങ്ങളെ, നാളെ നമ്മുടെ വിചാരണ സമയത്ത് അദ്ദേഹത്തിന്റെ നമ്മുടെ നിസ്കാരം നോമ്പൊക്കെ അത് പറഞ്ഞത് കാരണം അദ്ദേഹത്തിന് എടുത്തു കൊടുക്കും ഏഷണിയും പരദൂഷണവും. കണ്ടതും കേട്ടതും പ്രചരിപ്പിച്ചത് കാരണം നമ്മുടെ നമസ്കാരവും നോമ്പും എല്ലാം അവന് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. സഹോദരങ്ങളെ, അത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ തീർന്നു പോയാൽ സഹോദരങ്ങളെ, അവന്റെ പാപം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥയായി പരലോകത്ത് സംജാതമാകാം. ഇതൊക്കെയാണ് നാളെ പരലോകത്ത് നഷ്ടം വരിക. അല്ലാതെ സഹോദരങ്ങളെ, ഇവിടെ എന്തെങ്കിലും ദുന്യാവിന്റെ വിഭവങ്ങളിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചു എന്നത് ഒരു നഷ്ടമായി കാണേണ്ടതില്ല. നാളെ പരലോകത്ത് സംഭവിക്കുന്ന നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ചെറിയൊരു ജീവിതത്തെ കൃത്യമായി ക്രമപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിനും റസൂലിന്റെയും കൽപ്പനകൾ പരമാവധി അനുസരിച്ചുകൊണ്ട് വിരോധങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് ദീൻ മനസ്സിലാക്കുക, പഠിക്കുക, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക. അതിന് ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ.